നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഓരോ വിശ്വാസിയും സഭയെക്കുറിച്ച് കാത്തുസൂക്ഷിക്കുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട്. അത് സഭയുടെ മനോഹരമായ സ്വപ്നമാണ്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും അവിടെ സ്വത്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള ഈ തിരുവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊല്ലം രൂപതയിൽ അടിസ്ഥാന ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കൊല്ലം രൂപതയിൽ 74 ഇടവകകളും 34 സബ്സ്റ്റേഷനുകളുമാണ് നിലവിൽ ഉള്ളത്. അങ്ങനെ 1814 അടിസ്ഥാന ക്രൈസ്തവ യൂണിറ്റുകൾ നിലവിലുണ്ട്. 74 ഇടവകകളിൽ 19 ഇടവകകളിൽ ജനത്തെ ആ സ്ഥലത്ത് തന്നെ ആ ഇടവകയിൽ പോയി ഞങ്ങൾ കാണുകയും അവിടെ ആനിമേറ്റേഴ്സിന്റെയും അജവാന സമിതിക്കാരുടെയും ഭക്തസംഘടനകളുടെയും ശുശ്രൂഷാ സമിതികളുടെയും മീറ്റിങ്ങുകൾ ഒരുമിച്ച് കൂടി പ്രവർത്തനങ്ങളെ വിലയിരുത്തി ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് തിരികെ പോകുവാനുള്ള പഠനക്കളരികളും ആഹ്വാനങ്ങളും നൽകുകയുണ്ടായി. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ആദിമ ക്രൈസ്തവ സഭയിലേക്ക് തിരികെ പോകാനായിട്ടാണ്. അവിടെ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുർബാനയും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വളരെ ശക്തമായ കത്തോലിക്ക സഭയിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കി ആദിമ ക്രൈസ്തവയിലേക്ക് ഞങ്ങൾ മടങ്ങുന്നതാണ്. എവർക്കും നന്ദി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയ്ക്ക് നൽകിയ ജനകീയ മുഖത്തിന്റെ ചുവട് പിടിച്ച് കുടുംബയോഗങ്ങൾ പ്രാർത്ഥനാ സമൂഹങ്ങൾക്കും അപ്പുറമായി അജപാലനപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചു. മാതൃകയും ലക്ഷ്യവും എന്ന് നാം മറക്കരുത്. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സാധ്യതകൾ തെരയുന്നതിനായിട്ട് അടിസ്ഥാന ക്രൈസ്തവ സമൂഹത്തെ സജ്ജമാക്കി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനമായ നാം ന്യൂനപക്ഷ അവകാശങ്ങൾ, ഏറെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവിടെ ശ്രദ്ധ തിരിക്കുകയും അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പികൾ ശ്രദ്ധിച്ച ഒരു കാര്യം ന്യൂനപക്ഷങ്ങളെ പൊതുധാരയിലേക്ക് പിടിച്ചു കയറ്റണമെന്നതാണ്. കേരളത്തിലെ ജനസംഖ്യയിൽ 45% ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങള് താമസിക്കുന്ന മേഖലകളാണ് മിക്കവാറും സംസ്ഥാനത്തെ കോച്ചിങ് സെന്ററുകൾ ധാരാളം. കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തൊഴിൽ പരിശീലനമുണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി ക്ലാസ്സുകളുണ്ട്, വ്യക്തിത്വ വികസന സെമിനാറുകളുണ്ട്, അതുപോലെ സിവിൽ സർവീസ് പരിശീലന ക്ലാസ്സുകളുണ്ട്, അതുപോലെ മറ്റുള്ള ബാങ്ക് കോച്ചിങ് ക്ലാസ്സുകളുണ്ട്, PSCയുടെ കോച്ചിങ് ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലന വേദികളാണ്. വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ന്യൂനപക്ഷ വിഭാഗത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, പ്രൈവറ്റ് ITI ITC ഫീ റീഇംബേഴ്സ്മെന്റ് സ്കീം, CACMA CS സ്കോളർഷിപ്പ്, മദർ തെരേസ സ്കോളർഷിപ്പ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, വിദേശ പഠനങ്ങൾക്കുള്ള സ്കോളർഷിപ്പ്, സിവിൽ സർവീസ് ഫീ റീഇംബേഴ്സ്മെന്റ് സ്കീം മുതലായവയാണ് സ്കോളർഷിപ്പുകൾ. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈനർ തുടങ്ങിയവരുടെ 2011 സെൻസസ് ജനസംഖ്യാനുപാതികമായി എടുത്തുകൊണ്ട് www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ കൊല്ലം രൂപതയിലെ എല്ലാ കോർഡിനേറ്റർമാരുടെയും സംഗമം നടത്തുകയുണ്ടായി. ഈ സംഗമത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാത്ത ഭരണഘടന അവകാശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി. ഭരണഘടനയുടെ ആമുഖം അവരെ പഠിപ്പിച്ചു, പൗരബോധം വളർത്തുവാൻ ഇടയാക്കി.
ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ദൈവവചനം ചിന്തകളെ ഉദ്ദീപിപ്പിക്കണം. ചിന്തകളെ ഉദ്ദീപിച്ച് നല്ല പെരുമാറ്റം വഴി മനുഷ്യൻ വസിക്കുന്ന സ്ഥലങ്ങളിലും അവന്റെ അവസ്ഥകളിലും ഇടപെട്ട് ദൈവരാജ്യം സ്ഥാപിക്കണം. ഇത് നമ്മളുടെ ഉദ്ദേശമാണ്. എന്നാൽ അതിനെതിരായി നിൽക്കുന്ന മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണം ഈ മാധ്യമങ്ങൾ എത്രമാത്രമാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനായി മാധ്യമങ്ങളുടെ പ്രവണതകൾ എത്രമാത്രമാണെന്ന് അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ക്ലാസുകൾ നൽകുകയുണ്ടായി. സ്ഥാപനങ്ങൾക്കപ്പുറം ജനത്തെ കണ്ടെത്തുക ആവശ്യമാണ്. 1992 അഭിനയ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവാണ് അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ രൂപതയിൽ ക്രമീകരിച്ചത്. 2024 സെപ്റ്റംബർ മാസം 16 പിതാവിന്റെ ജന്മശതാബ്ദി ആഘോഷിച്ചപ്പോൾ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ ഈ ആഘോഷത്തിന് ക്രമീകരണങ്ങൾക്ക് സഹായിച്ചു. കൊല്ലം രൂപതയിലൂടെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിന്റെ 6ാമത് എപ്പിസ്കോപ്പൽ ഓർഡിനേഷനോടനുബന്ധിച്ചാണ് BCC കൊയിലോൺ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമം ആരംഭിച്ചത്. നാം മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ആർ ദ ലിവിംഗ് സെൽസ് ഓഫ് ദ പാരിഷ്. താങ്ക് യു.